യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്ന് കാണുവാനും നമ്മുടെ ആത്മീയമായ ചെവികൾ തുറന്ന് കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് ഗ്രഹിപ്പാനും തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. തീർച്ചയായിട്ടും ഇന്നത്തെ സന്ദേശവും നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് റോമാലേഖനം 8-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്. നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദമായിട്ടുള്ള ചിന്തകളിലേക്കാണ് പ്രവേശിക്കുന്നത്. നമുക്കെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ എന്നുള്ള വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. ഇന്നും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നാം ചിന്തിക്കുന്നത്. പക്ഷേ നാം ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ വേദഭാഗങ്ങളുടെ കൂടുതൽ വിശദീകരണത്തിലേക്ക് തന്നെയാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം: അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. റോമലേഖനം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, നമ്മൾ മക്കളെങ്കിലോ അവകാശികൾ ആകുന്നു. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത്? അതുമായി ബന്ധപ്പെട്ട് 1-2 വാക്യങ്ങളൂടെ ഞാൻ വായിച്ച ശേഷം നമ്മൾ ഈ ഒരു വേദഭാഗത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണ്. ഈ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളാകുന്നത്? ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ. അതിനർത്ഥം കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ഒരാൾ പോലും ദൈവമക്കളല്ല. തീർച്ചയായിട്ടും നമ്മെ ഓരോരുത്തരും സൃഷ്ടിച്ച ദൈവമാണ്. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച ദൈവമാണ്. പക്ഷേ ദൈവമക്കൾ ആയി തീരണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ ഒരാൾക്ക് പോലും ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ കഴിയത്തില്ല. അത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാവുകയില്ല. അതേപോലെ തന്നെ നമ്മൾ നല്ലവണ്ണം ജീവിച്ചാൽ, അതായത് ഈ ലോകത്തിൽ മനുഷ്യരുടെ എല്ലാം അപ്രീസിയേഷന് പാത്രമായിക്കൊണ്ട് നന്മ മാത്രം ചെയ്ത് ജീവിച്ചാൽ പോലും നാം ദൈവത്തിൻ്റെ മക്കളായി തീരുകയില്ല. എന്നാൽ നമ്മൾ അപ്രകാരം ആകുന്നില്ലെങ്കിൽ നമ്മൾ ആരുടെ മക്കളാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അതിനും വളരെ പ്രധാനപ്പെട്ട വാക്യം, അതും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുന്നതായ കാര്യങ്ങളുണ്ട്. ആ വേദഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ യേശു പ്രകാരം പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളാകാത്ത ഏതൊരു വ്യക്തിയും, ഒരുപക്ഷെ അവരറിയുന്നില്ല ഈ കാര്യം, അവർ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അവർ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ. എങ്ങനെയാണ് അവർ പിശാചിന്റെ മക്കളാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്? കാരണം അവർ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അതായത് പിശാചിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. എന്താണ് പിശാചിന്റെ മോഹങ്ങൾ? പിശാചിന്റെ മോഹങ്ങൾ എല്ലാം തന്നെ ഈ ലോകവുമായി റിലേറ്റഡ് ആണ്, ഈ ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ നമുക്ക് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലും മറ്റും വായിക്കാൻ കഴിയുന്ന പോലെ, കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഈ പിശാച് എന്ന പിതാവ് അടുത്ത് വന്നിട്ട് ലോകത്തിൻ്റെ മോഹങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, നീ എന്നെ വീണു വണങ്ങിയാൽ, അതായത് നീ എൻ്റെ മകനായി തീർന്നാൽ ഞാൻ ഇതെല്ലാം നിനക്ക് തരാം. ഇതാണ് ലോകത്തിൻ്റെ മോഹം. ലോകത്തിൻ്റെ മോഹത്തിൽ പെട്ടതായ പല കാര്യങ്ങളുണ്ട്. അതിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വിശപ്പിനെ ചൂഷണം ചെയ്തുകൊണ്ട് പിശാച് പറയുന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കാം. നമ്മൾ പിശാചിനെ അനുസരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ദൈവമക്കളല്ല, നമ്മൾ പിശാചിന്റെ മക്കളായി തരിക. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് വരുന്നതായ ഒരു വ്യക്തി, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ വ്യക്തി,
ആ വ്യക്തി ദൈവ പൈതലായി തീരും. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം ആദ്യ ഭാഗത്ത് തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഇതാണ് ദൈവം മാനവജാതിക്ക് കൊടുത്തതായ ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത്. നാം ദൈവത്തിന്റെ മക്കളായി തീരുവാനുള്ള ആ ഭാഗ്യം ദൈവം നമുക്ക് നൽകി. ഈ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ വീണ്ടും കാണുന്നു, പിശാച് ആദ്യം മുതൽ കൊലപാതകൻ. എന്താണ് ആദ്യം മുതൽ കൊലപാതകൻ എന്ന് പറയുന്നത്? അവൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കൊലപാതകമാണ്. പിശാചിന്റെ മോഹങ്ങളെ അനുസരിച്ച് പിശാചിന്റെ വഴിയിൽ ഒരുവൻ നടക്കുമ്പോൾ വാസ്തവത്തിൽ അവൻ പിശാചിന്റെ കൈയാൽ കൊല്ലപ്പെടുകയാണ്. യേശുക്രിസ്തു പറഞ്ഞില്ലേ, എന്തിനാ പിശാച് വരുന്നത്? പിശാച് വരുന്നത് മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക. നമ്മളിൽ നിന്നും നമ്മുടെ ആത്മാവിനെ മോഷ്ടിക്കുക, നമ്മെ നശിപ്പിച്ചു കളയുക, അവസാനമായിട്ട് നമ്മെ മുടിപ്പിച്ചു കളയുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. പിശാച് നമ്മെ മോഷ്ടിക്കുമ്പോൾ, ലോകത്തിന്റെ മോഹങ്ങൾ ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് തോന്നുമായിരിക്കാം. നമ്മുടെ ജീവിതം കൂടുതൽ എൻജോയ്മെന്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുമായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഇത് നമ്മളുടെ നാശത്തെങ്കിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. എന്നാൽ നാം ദൈവത്തിന്റെ വചനം കേട്ട്, അഥവാ സുവിശേഷം കേട്ടു. അതായത് എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. എന്തിനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്? യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനാ. യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ വരവിനെ കുറിച്ചുള്ള ആ ഉദ്ദേശം നന്നായിട്ട് ജ്വലിപ്പിക്കുന്നൊരു വാക്യമാണ്, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനത്രേ മനുഷ്യപുത്രൻ വന്നത്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാക്യമാണിത്. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുക എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നതായി മൂലപദം ലുവോ എന്നൊരു പദമാണ്. ആ പദം ഒരു നിയമപദമാണ്. അതായത് പിശാചിന്റെ പ്രവർത്തികളെ റദ്ദ് ചെയ്യുവാൻ മനുഷ്യപുത്രൻ വന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഏതൊരു വ്യക്തിയുടെ മേലും പിശാച് വെച്ചിരിക്കുന്ന സകല പ്രവർത്തികളും റദ്ദ് ചെയ്യപ്പെടും. എന്തുകൊണ്ടെന്നാൽ യേശു അത് റദ്ദ് ചെയ്തു കഴിഞ്ഞു. പക്ഷെ നാം എന്ത് ചെയ്യണം? നമ്മളത് നടപ്പിലാക്കണം. എങ്ങനെ നടപ്പിലാക്കുന്നത്? കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക വഴി മാത്രമേ നമുക്കത് നടപ്പിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് തിരുവചനത്തിൻ്റെ ഓരോ സത്യങ്ങളും. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ഓരോ വചനത്തെയും നമ്മൾ വിശ്വസിച്ച് അനുസരിക്കുമ്പോൾ ആ വചനങ്ങളിലൂടെ നാം ചെയ്യുന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം നമ്മളോട് പറയുന്നു, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. യേശു പറഞ്ഞില്ലേ, ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. അവിടെ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പിശാചിന്റെ പ്രവൃത്തി അഴിയപ്പെടുകയാണ്. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പിശാച് ഏതെങ്കിലും തരത്തിൽ, ഏതെങ്കിലും രീതിയിൽ അവന്റെ ബന്ധനങ്ങളാൽ നമ്മെ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ പ്രാപിപ്പാനുള്ള ഏക വഴി എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക, അവന്റെ വചനത്തെ അനുസരിക്കുക, വചനം പറയുന്ന പോലെ ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബന്ധനങ്ങൾ, നമ്മുടെ കെട്ടുകൾ അഴിവാൻ തക്കണവിടെയായിത്തീരും. എന്നിട്ട് ഗലാത്യലേഖനം 3-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്, ക്രിസ്തുവിനുള്ളവരെങ്കിലോ, അതായത് കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകും. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഏക വ്യക്തിയാണ് അബ്രഹാം എന്ന് പറയുന്നത്. അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ ജാതികളിലേക്കും വരണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. അബ്രഹാമിലൂടെ ലോകത്തിലെ സകല ജാതികളും ജനങ്ങളും അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പക്ഷേ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ക്രിസ്തുവിനുള്ളവരാവുകയും അതേപോലെ തന്നെ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമായി തീരും. ദൈവം കാലാകാലങ്ങളിലായി വെച്ചിരിക്കുന്നതായ ആ ആത്മീക നന്മകളിലേക്ക്, ദൈവം നിത്യതയിലേക്ക് വെച്ചിരിക്കുന്നതായ ആ ആത്മീക നന്മയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ വിശ്വാസം മൂലം ക്രിസ്തുവിനുള്ളവരായി തീരുമ്പോൾ ആണ് നമ്മൾ അവകാശികളായി തീരുന്നത്. ഇവിടെ നോക്കിക്കേ, നമ്മൾ എങ്ങനെ അവകാശികളായി തീരുന്നു? നാം ക്രിസ്തുവിൽ ഉള്ളവരാകുമെങ്കിൽ നാം അബ്രഹാമിന്റെ സന്തതിയും അതേപോലെ വാഗ്ദത്തപ്രകാരം അവകാശികളുമായി തീരും. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ ഒരു ചിന്തയിലൂടെ തന്നെയാണ് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. ഗലാത്യലേഖനം 4-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ചിന്തകൾ.
നമ്മൾ റോമാലേഖനം 8-17 വായിച്ചതിൽ നിന്നുള്ള ചിന്തകൾ തന്നെയാണ് നമ്മൾ ഈ ഗലാത്യ ലേഖനം 4 തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആഴമേറിയ സന്ദേശങ്ങൾ ഞാൻ ഇതിലൂടെ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഞാൻ വാസ്തവത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ക്രിസ്തുവിനുള്ളവനായിട്ട് മാറുന്നുണ്ടോ? അവകാശത്തിൻ്റെ ബോധം എൻ്റെ മേലുണ്ടോ? അതോ ഞാൻ പിശാചിൻ്റെ മകനായിട്ട് മാറുന്നുണ്ടോ? എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, നാം കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റേതായിട്ട് മാറുമ്പോൾ നമുക്ക് ദൈവം വെച്ചിരിക്കുന്നതായ ആ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. പല ആളുകൾ ചിന്തിക്കുന്നത് ഒരിക്കൽ തങ്ങൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, ഒരിക്കൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് ഇതെല്ലാം തങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. പക്ഷെ വേദോസ്തവം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും നമ്മെ തന്നെ നാം പരിശോധിക്കണം, നാം വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്നുള്ളത്. കർത്താവ് യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ എന്ന് നാം ഓരോ ദിവസം പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ അവകാശത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവം അനുവദിച്ചാൽ നമ്മൾ ഈ ഒരു ചിന്തയുടെ തുടർമാനമായ ചിന്ത അടുത്ത ദിവസങ്ങളിലും ചെയ്യുന്നതാണ്. ഇന്ന് ഈ വചനത്തിനു ഭാഗെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഗലാത്യ ലേഖനം 4 നിന്ന് വായിച്ചു, അവകാശി സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാളും ഒട്ടും വിശേഷതയുള്ളവനല്ല. കർത്താവെ, ഞങ്ങൾ എങ്ങനെയാണ് അവകാശികളായി തീരുന്നു എന്നുള്ളതിൻ്റെ ചിന്തയാണ് ഞങ്ങൾ ഇന്ന് ചിന്തിച്ചത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അവർ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമക്കളായി തീരുവാനും ഈ അവകാശം പ്രാപിപ്പാനും നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചന ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. കർത്താവ് യേശു ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു ആത്മീയ ജീവിതം നിങ്ങൾക്ക് നയിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനായി ഞങ്ങൾ നിങ്ങളെ സഹായിപ്പാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗാഡ് ബ്ലെസ് യു ഓൾ.